കൊച്ചമ്മ ഓ പിങ്കി മോക്കൊരാഗ്രഹം, എല്ലാരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന്. പിന്നെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ. ഓ കേട്ടോ, ഓ എന്നാ ബാബല്ലേ, നമുക്ക് പോയി ആഹാരം കഴിക്കാം. ഈശ്വരാ ഭഗവതി. നല്ല കുട്ടിയായിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി മിടുക്കിയായിട്ട് നിൽക്കുക. അമ്മ എന്നോട് 4 വഴക്ക് പറഞ്ഞിട്ട് പോകുമ്പോ. അയ്യോ എന്താ വേണ, ഇന്ത്യയെ നമ്മുടെ കുരിശമ്പരാട്ടി ഇനി വാ. അതെ, ആഹാ പറയുന്നതിന് മുമ്പേ കരയാലകര. സുരഭി, നീ ഇങ്ങനെ കരയാൻ പാടില്ല. നീ നല്ല മിടുക്കിയായിട്ട് നല്ല ധൈര്യവും തന്നെയുടെ ഒക്കെ ഉള്ളൊരു കുട്ടിയല്ലേ. അമ്മയില്ലാതെ വീട്ടിലെനിക്ക് ജീവിക്കാൻ പറ്റൂല. അതൊക്കെ പറ്റും. ഇനി നീ വേണം ഈ ചന്ദ്രഹാസത്തിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ. നിന്നെയല്ലേ ഞാൻ ഈ വീടേപ്പിച്ചിട്ട് പോതേ. അയ്യോ അതൊന്നും കരയത് മോളെ. അമ്മ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ട്. കരയാതെ കേട്ടോ. അല്ലെങ്കിൽ തന്നെ നീ വരികയല്ലേ, പിന്നെന്താ, നമുക്ക് കാണാം. പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുടുംബകാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇനിയിപ്പം എല്ലാ കാര്യത്തിലും അമ്മയുടെ ഉപദേശം ഉണ്ടായിന്ന് വരില്ല. തന്നെ താനെ ആലോചിച്ച് ഞാനിപ്പോൾ ലക്ഷ്മിയോട് പറഞ്ഞതുപോലെ യോജിപ്പിലും സന്തോഷത്തിലും ഐക്യത്തിലും ഒക്കെ കഴിയണം കേട്ടോ. പ്രതീക്ഷന്റെ കാര്യം നിനക്കറിയാമല്ലോ, അവനൊരു മടിയനാ. ഒന്നിനും ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കരുത്. പറയുന്നതെല്ലാം അനുസരിപ്പിച്ച് അവനെയും കൂടെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. നീ എന്നെ ഇങ്ങനെ 10 പ്രാവശ്യം അമ്മേ എന്ന് വിളിക്കുമ്പോ എനിക്ക് പണ്ടേ നീ എനിക്ക് ജനിച്ച മകളെ പോലെ, ഞാൻ പ്രസവിച്ച എന്റെ മോളെ പോലെ. അമ്മേന്റെ സ്വന്തം അമ്മ എന്നെ. കുട്ട, അച്ഛമ്മ, ഓ ഞാനും അച്ഛമ്മയുടെ കൂടെ വന്നോട്ടെ. അയ്യോ മക്കളെ, അച്ഛമ്മയ്ക്ക് കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? എന്റെ മോക്ക് ഇവിടെ അടുത്ത സ്കൂള്, പഠിക്കണം, വലിയ കുട്ടിയാവണം, നല്ല പഠിച്ച് മിടുക്കിയായി. എന്റെ മോൾ എല്ലാരും പറയണം, കണ്ടോ സുഹാസിനിയുടെ കൊച്ചുമോള് കണ്ടോ എന്തൊരു മിടുക്കിയാന്ന് പറയണം. എന്റെ മകളെ എനിക്ക് അച്ഛമ്മ ഇല്ലാതെ പറ്റൂല. ഞാൻ അവിടത്തെ ഏതെങ്കിലും സ്കൂളില് ചേരാം. മോളെ, അച്ഛമ്മയും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വരും. ഇനി അതല്ലേ തന്നെ അവധി ദിവസം എന്റെ മോൾ അച്ഛമ്മയെ കാണാൻ വരണം. മോക്ക് ഇഷ്ടമുള്ള കഴിക്കാനുള്ള ആഹാരങ്ങള്, പഠിക്കാനുള്ള പുസ്തകങ്ങള്, വായിക്കാനുള്ള ബുക്കുകള്, ഇതെല്ലാം അച്ഛമ്മ പുസ്തകങ്ങളെ കൊണ്ട് വായിപ്പിച്ച് വെച്ച് അച്ഛമ്മ കാത്തിരിക്കും എന്റെ മോളെ കേട്ടോ. പ്ലീസ് അച്ഛമ്മ, ഞാനും കൂടെ വന്നോട്ടെ. എന്റെ പൊന്നു മോളെ, മോള് കരയുന്നത് അച്ഛമ്മയ്ക്ക് സങ്കടമല്ലേ, മോക്കറിയാമല്ലത്. ദൈവമേ, എന്നാ പിന്നെ ഞാൻ ഏട്ടാ മോനെ ഇവിടെ മോനെ പറഞ്ഞതൊക്കെ കേട്ടെ. നീ വേണം ഇനി ചേട്ടന് താങ്ങും തണലുമായിട്ടൊക്കെ നിൽക്കാൻ. പണ്ടേ നിങ്ങൾ തമ്മിലല്ലെങ്കിലും വഴക്കും ശത്രുതയൊന്നും ഇല്ലാതെ അമ്മയ്ക്കറിയാം. ഭാര്യമാര് തമ്മിലൊക്കെ ഇച്ചിരി സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. ചേട്ടന്റെ കൂടെ നിന്ന് അവൻ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം ഈ ചന്ദ്രഹാസം എന്ന് പറയുന്ന സാമ്രാജ്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ആ ശരി മക്കളെ, ഇവിടെ വാ, അമ്മയുടെ കൊച്ചുമോൻ. ശരി മോനെ, അമ്മ ഇറങ്ങട്ടെ. ഓ ഇറങ്ങാം. ഓ കരയാ, എന്റെ പൊന്നുമോള് കരയില്ലേ. അച്ഛമ്മയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, അവളെ കൊണ്ടുവരണേടാ.
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.